നാക്കാലികൾക്ക് വേണ്ടിയിട്ടുള്ള ഇതുപോലത്തെ സിമ്പിളായിട്ടുള്ള പാത്തികളെല്ലാം തന്നെ കാണാൻ സാധിക്കുന്നുണ്ട്. നമ്മളുള്ളത് അനന്തപുർ ചന്തയിലാണ്. ശനിയാഴ്ചയും ഞായറാഴ്ചയും ഇവിടെ നാക്കാലി ചന്ത ഉണ്ട്. ബാക്കിയുള്ള ദിവസങ്ങളിലൊക്കെ തന്നെ വെജിറ്റബിളിൻ്റെ ചന്ത കാര്യങ്ങൾ, ഹോൾസെയിലായിട്ട് കയറ്റിവിടുന്ന പരിപാടികൾ, ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടെന്നൊക്കെ നമ്മൾ പറഞ്ഞു കേട്ട്. ഈ ഒരു ഏരിയ എന്ന് പറയുന്നത് അനന്തപുർ ചന്തയുടെ ഫ്രണ്ട് ഭാഗമാണ്. ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് വണ്ടിയിലെ എണ്ണത്തെ അടിസ്ഥാനമാക്കിയിട്ടുള്ള പിരിവ് കാര്യങ്ങളൊക്കെയാണ്. ഇവിടെ ഇങ്ങനെ വണ്ടികളിങ്ങനെ ഒന്നിന് പുറകെ ഒന്നായിട്ട് ഇങ്ങനെ മൊത്തത്തിൽ ജാമായിട്ടുണ്ട്. ചില ആളുകൾ ചുളിയിൽ പോകാനൊക്കെ നോക്കുന്നുണ്ടെങ്കിലും കഴിയുന്നില്ല എന്നുള്ളതാണ്. അങ്ങനെ നമ്മൾ ഈ പാത്തിയിലേക്ക് നോക്കുമ്പോൾ പല രൂപത്തിലുള്ള പാത്തികളുണ്ട്. റേറ്റ് കുറഞ്ഞിട്ടുള്ളതുണ്ട്, പിന്നെ റേറ്റ് കൂടിയതുണ്ട്. അത്യാവശ്യം ഡിസൈന് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഹൈറ്റ് കുറഞ്ഞതുണ്ട്, ഹൈറ്റ് കൂടിയതുണ്ട്. പിന്നെ നാക്കാലികളൊക്കെ വളർത്താൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന നെറ്റുകൾ കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതൊക്കെ ഇങ്ങനെ ഓരോരുത്തർക്കും പിടിച്ച് പൊക്കാൻ പറ്റും എന്നുള്ളതൊക്കെയാണ് ഇതിൻ്റെ പ്രത്യേകത. ഈ ഒരു ട്രേയിൽ തന്നെ സ്റ്റാൻഡ് വരുന്നുണ്ട്, സ്റ്റാൻഡ് ഇല്ലാത്ത ട്രേകൾ വരുന്നുണ്ട്. നെറ്റുകളെല്ലാം തന്നെ അത്യാവശ്യം വലിപ്പമുള്ള നെറ്റുകളാണ് ഇവിടെ കാണാൻ സാധിച്ചിട്ടുള്ളത്. പിന്നെ നാക്കാലികളെല്ലാം തന്നെ കയറ്റിയിട്ട് പല വണ്ടികളും പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഈ ഒരു ചന്തയിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഏകദേശം രാവിലെയാണ് ചന്തയുടെ ഒരു മെയിൻ ടൈം എന്നുള്ളതാണ് പറഞ്ഞത്. ഏകദേശം ഒരു 11 മണിയോട് കൂടി ചന്തയുടെ ടൈമിങ് കാര്യങ്ങളൊക്കെ അവസാനിക്കും എന്നുള്ളതൊക്കെ പറഞ്ഞു കേട്ട്. എങ്കിലും വണ്ടികളൊക്കെ തന്നെ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇവിടെ നടക്കുന്ന ചായക്കച്ചവടങ്ങൾ അവസാനിച്ചതായിട്ട് തോന്നുന്നുണ്ട്. എല്ലാം അടിച്ചു വാരി വൃത്തിയാക്കുന്ന ഒരു സംഭവങ്ങളാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. കാളയെ കണ്ടില്ലേ, മനോഹരമായിട്ടുള്ളൊരു കാള അവിടെ ഇങ്ങനെ ഒരു മരത്തണലിൽ കെട്ടിയിട്ടുണ്ട്. ആരോ മേടിച്ച് വെച്ചതാണെന്ന് തോന്നുന്നത്. ഇവിടങ്ങളിലെല്ലാം തന്നെ വെള്ളം ഇങ്ങനെ കെട്ടി നിർത്തിയിട്ടുണ്ട്. ചിലപ്പോൾ കന്നുകാലികളെ കുളിപ്പിക്കാനുള്ള ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടായിരിക്കാം, വെള്ളം കൊടുക്കാനും വേണ്ടിയിട്ടായിരിക്കാം. അതിൽ നിന്നൊരു ഓട്ടോ ഡ്രൈവർ ഓട്ടോ കഴുകിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഒരുപാട് കളങ്ങളുണ്ട് എന്നുള്ളതാണ് വെള്ളം കെട്ടി നിർത്താനായിട്ട്. ഈ കാണുന്നതെല്ലാം തന്നെ വെള്ളം നിൽക്കുന്ന കളങ്ങളാണ്. പിന്നീട് ഈ ഒരു ഏരിയയിൽ നിന്ന് ചന്ത അങ്ങോട്ട് തുടങ്ങുകയാണ്, നാക്കാലി ചന്ത. ഇപ്പോൾ ഈ ഒരു ടൈം ആയതുകൊണ്ട് നാക്കാലികളെല്ലാം തന്നെ കുറഞ്ഞിട്ടുണ്ട്. പല ആളുകളും മേടിച്ച് വെച്ചിട്ടുള്ള കന്നുകാലികളെ അതത് വണ്ടികളുടെ അടുത്തൊക്കെ കൊണ്ടുവന്ന് കെട്ടിയിട്ടുണ്ട്. ചില ആളുകൾ പല സ്ഥലങ്ങളിലായിട്ട് കെട്ടിയിട്ടുണ്ട്. അത് നോക്കാനായിട്ട് ഓരോരുത്തർ നിൽക്കുന്ന കാഴ്ച കാണാൻ സാധിക്കുന്നുണ്ട്. ഇവിടെയൊക്കെ എടുത്തു പറയേണ്ട കാഴ്ചകൾ ഇതാണ്. ഓട്ടോ ആയിക്കോട്ടെ, ബൈക്ക് ആയിക്കോട്ടെ, എന്താണോ ഇവരുടെ കയ്യിലുള്ളത് ആ ഒരു സംഭവം ഇവർക്ക് ആവശ്യമായിട്ടുള്ള രൂപത്തിലേക്ക് ഇവർ ഇതിനെ കൺവേർട്ട് ചെയ്തെടുത്തിട്ടുണ്ടാവും എന്നുള്ളതാണ്. ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് നമ്മളെ കേരളത്തിൽ എന്തുമാത്രം ശാശ്വതമാണ് എന്നുള്ളതാണ്. അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ഇഷ്യൂസ് വരുന്നതൊക്കെയാണ് ഞാനിങ്ങനെ ചിന്തിച്ചു പോയതും എന്നെ ഒന്ന് കൗതുകപ്പെടുത്തിയതും. ഇതാണ് ചന്തയിലേക്ക് വരുന്ന ആളുകളുടെ ഒരു ഇരിപ്പിട സ്ഥലം എന്ന് തോന്നിപ്പോകും. ചെറിയ ഷെഡ്, മരത്തണൽ കാര്യങ്ങളെല്ലാം തന്നെ ഉണ്ട്. ഇത് വലിയൊരു വിലപേശലിൻ്റെ ഒരു സംഭവമാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. ആടിനെ പിടിച്ച് നോക്കുന്നുണ്ട്, കാല് പൊന്തിച്ച് നോക്കുന്നുണ്ട്. ഇവിടെ ബാർഗെയിനിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പറയുന്നത് എന്താണോ അതിൻ്റെ പകുതിയും കാൽ ഭാഗമൊക്കെ ഇവർ ഷാർട്ടിങ് ചെയ്ത് ബാർഗെയിൻ ചെയ്യുക. നമ്മളെ നാട്ടിലേക്ക് വരുന്ന ഇതുപോലത്തെ ഹിന്ദി കച്ചവടക്കാരുണ്ടല്ലോ, അവർ എപ്പോഴും ഡബിൾ ത്രിബിൾ ക്യാഷ് പറയും. പിന്നീട് നമ്മൾ കുറക്കുന്ന രീതിയെല്ലാം കാണാറില്ലേ.